ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സ്ഥാപനം തന്നെ. നമ്മൾ കേരളമാണ് ഇന്ത്യയിലെ ടോപ്പായിട്ട് നിൽക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം വാർത്ത. കിഫ്ബിയെ പറ്റിയുണ്ട്. എന്തായാലും ഈ കാര്യത്തിനകത്ത് എന്നത്തേക്ക് തീരുമാനം നടപ്പിലാവുക എന്നുള്ളത് 2-3 ഘടകങ്ങൾ ബാധിച്ചിരിക്കും. ഒന്നിപ്പം കേന്ദ്ര ഗവൺമെന്റ് ഈ പണം മൊത്തം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിൽ വച്ചിട്ടുണ്ട്. മറ്റു ചില സ്റ്റേറ്റുകളും ഈ കാര്യം ചെയ്തിട്ട് ചില പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വരിക ചില നിയമങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത് ഒരു സ്കീം, ഈ ഒരു അഷ്വേർഡ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്നൊരു സ്കീം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കണം. ഈ രണ്ടും കൂടെ ലിങ്ക്ഡ് ആയിട്ടാണ്. എന്തായാലും അത് വേണം എന്നുള്ളത് നേരത്തെ നമ്മൾ പരിശോധിക്കും പഠിക്കുമെന്നാണ് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം അത് വ്യത്യാസമുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള കാര്യം പറയാറുള്ളൂ. അതായത് അല്ലാതെ ചുമ്മാതെ ഒരു കയ്യടിക്ക് വേണ്ടി പറയാറില്ല. അല്ല, അതിനകത്ത് ഇതുവരെ ഇല്ലാത്തൊരു പുതിയ സാഹചര്യമായിട്ട് എങ്ങനെയാണത് നടപ്പിലാക്കാൻ പറ്റുക എന്നുള്ളത് പഠിക്കാതെ പറ്റത്തില്ല. നമ്മളത് അതിൻ്റെ ഒരു സാമ്പത്തിക എക്കണോമിക് മോഡൽ എങ്ങനെ ചെയ്യും. എന്തായാലും ഒരു അഷ്വേർഡ് ആയിട്ടുള്ള ഒരു പെൻഷൻ തന്നെ ആൾക്ക് കിട്ടണം എന്നുള്ളതിനകത്ത് തത്വത്തിൽ നമുക്ക് യോജിപ്പാണ്. അത് അല്ലാതെ വല്ലാതെ ഈ മാർക്കറ്റ് ഗാംബ്ലിങ്ങിന് വിധേയമായിട്ടൊരു പെൻഷനല്ല. തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് PF പെൻഷനകത്തൊക്കെ ഉള്ള ആളുകൾ ചോദിച്ചറിയാൻ വലിയ പൈസ ഇട്ടിട്ട് വളരെ ചെറിയ തുക കിട്ടുന്ന കാര്യമുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്നാൽ ആസിറ്റീസ് പഴയ പെൻഷൻ നേരെ പലരും പറഞ്ഞിട്ടില്ല. അതെന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ഇത്രയും പണമൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്നുള്ള തരത്തിലേക്കല്ല പറഞ്ഞേക്കുന്നത്. എന്നാലൊരു അഷ്വേർഡ് ആയിട്ടുള്ള പെൻഷൻ എന്ന് പറയുമ്പം അതിൻ്റെ രീതികൾ പഠിക്കണം. അത് പക്ഷേ പഠിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഇൻറ്റൻഷൻ ഇതാണ്. ഇതുവരെ LDF ഗവൺമെൻറ് അന്ന് വന്നു, ഇത് പഠിച്ചു. നമ്മളത് ഇപ്പോഴാണ് ആദ്യമായിട്ട് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയൊക്കെ അനുഭവം വെച്ചിട്ട് കാര്യം പറഞ്ഞതാണ്. കൃത്യമായി നമുക്കൊരു പോളിസി ഉണ്ട് ഇപ്പോൾ ഇതിന്. ബജറ്റ് ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ. ചൈനയിൽ 1970-കളിൽ ഉണ്ടായിരുന്ന സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺസ് എന്ന് പറയുന്ന പ്രത്യേക വികസന മേഖല എന്ന ആശയം കേരളത്തിലേക്ക് കൂടി കൊണ്ടുവരും. 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കാര്യം ഇവിടെ കൊണ്ടുവരുമെന്ന് ധനമന്ത്രി പറയുന്നത്. അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ 10,000 കോടി രൂപ, ഇതിനപ്പുറമായി ബജറ്റിൽ പറയാത്ത 1,000 കോടി കൂടെ ധനമന്ത്രി പറയുന്നുണ്ട്. ഈ വലിയ നിക്ഷേപങ്ങൾ അതിനൊക്കെ ഉപരിയായി 3 ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ നിക്ഷേപങ്ങളിലൂടെ വലിയൊരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ടാകുകയും സാമ്പത്തിക രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാകും എന്നാണ് ധനമന്ത്രി പ്രഖ്യാപിക്കുന്ന പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം.